ശ്രീകുമാർ, കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പാർട്ടികൾ ഇതിൽ നിന്ന് കാണേണ്ടത് എന്താണ്? CPM-ന്റെ സംഘടനാ സംവിധാനങ്ങൾ അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ മുന്നോട്ട് പോകുന്നു. ഏരിയ സമ്മേളനങ്ങളിൽ എത്തി നിൽക്കുന്നു. ജില്ലാ സമ്മേളനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുകയും ചെയ്യും. മുൻകാലങ്ങളിൽ നമ്മൾ ശ്രേണീകൃതമായ വിഭാഗീയത കണ്ടിട്ടുണ്ട്. VS പക്ഷമെന്നും പിണറായി പക്ഷമെന്നും ചേരിതിരിഞ്ഞു നിന്ന കാലം, CITU പക്ഷമെന്നും VS പക്ഷമെന്നും ചേരിതിരിഞ്ഞു നിന്ന കാലം. ഇത് താഴെ തൊട്ട് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ വ്യാപിച്ചിട്ടുള്ള വിഭാഗീയതയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയില്ല. മറിച്ച് ഘടകങ്ങളിൽ, അതിപ്പോൾ ലോക്കൽ കമ്മിറ്റി ആവട്ടെ, ഏരിയ കമ്മിറ്റികളിലാവട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും തുറന്ന പൊട്ടിത്തെറിക്ക് വഴിവെക്കുന്നത് നമ്മൾ ഈ സമീപകാലത്ത് കണ്ടു. അത് അത്ര പതിവില്ലാത്തതാണ്. അതാണ് ഈ സമ്മേളനത്തിന്റെ പുതുമ എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM-ലെ വിഭാഗീയത കുറയുകയും ഈ സമ്മേളനങ്ങൾ യഥാർത്ഥത്തിലുള്ള സ്വയം വിമർശന പ്രക്രിയയ്ക്ക് വേദിയാവുകയും ചെയ്യുകയാണോ? നോക്കൂ അഭിലാഷേ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് അടിസ്ഥാന വിഭാഗം, അതായത് CPM-ൻ്റെ അടിത്തറയാണ് ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നത്. 60 വർഷത്തെ പാർട്ടി ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിത്. 100% ആദ്യത്തെ സംഭവമാണിത്. നേതൃത്വത്തിന് ഇങ്ങനെ വിഭാഗീയതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിത്തറ ഇളകുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് ഒരിക്കലും ഇതിൽ സന്തോഷിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം CPM വിട്ട് പലരും പിന്നെ പോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടി BJP ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അധികാരം ഒരു ആകർഷകമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പറയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ക്ലാസ് എടുക്കുന്ന നേതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക കേരളത്തിൽ നമ്മുടെ മുഖ്യശത്രു കോൺഗ്രസ് ആണെന്നാണ്. അപ്പോൾ മുഖ്യശത്രു കോൺഗ്രസ് ആണ് എന്ന് പാർട്ടി നേതാക്കൾ പഠിപ്പിച്ചിരിക്കെ ആ പഠനം ശരിയാണെന്ന് തെളിയിക്കുന്നതല്ലേ CPM വിട്ടിട്ട് എല്ലാവരും BJP-യിലേക്കല്ലേ പോകുന്നത്? ആരും കോൺഗ്രസ്സിലേക്ക് വരുന്നില്ല. കാരണം എന്താണത്? കോൺഗ്രസിനോട് ഇഷ്ടം കുറവല്ല. കാരണം പാർട്ടി പഠിപ്പിച്ചത് കേരളത്തിൽ നമ്മുടെ ഒന്നാമത്തെ ശത്രു കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ ഇന്ന് നോക്കൂ, നിങ്ങൾ CPM-ൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ പറയുന്നൊരു പേര് BJP എന്നാണ്. അതിലൊരു കാര്യം പാർട്ടി നേതാക്കൾ പറയുന്നത് ശരിയായിരിക്കാം, അവർക്ക് ഭരണമുണ്ട് BJP-ക്ക്, അതൊരു ആകർഷകമായിരിക്കാം. പക്ഷേ രണ്ട് കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പണ്ട് നേതൃതലത്തിൽ ഗ്രൂപ്പിസം, വിഭാഗീയത എന്നവർ പറയുന്നത്, ഗ്രൂപ്പിസം ഉണ്ടായിരുന്ന സമയത്ത് ആ രണ്ട് ഗ്രൂപ്പുകളുടെ നേതാക്കൾക്ക് അവരുടെ അണികളിൽ സ്വാധീനമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. ഏകപക്ഷീയമായ ഒരു ഏകശിലാവാദം എന്നൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് ഇന്നിപ്പോൾ ശരിയായിരിക്കുകയാണ്. കാരണം അവിടെ ആരും ഗ്രൂപ്പില്ല. അപ്പോൾ അണികളെ നിയന്ത്രിക്കാൻ ഒരു ഗ്രൂപ്പിലും കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ അത്തരത്തിലൊരവസ്ഥയിൽ സത്യസന്ധമായ നേതാക്കളില്ലാത്തതും അതിൻ്റെ ഒപ്പം തന്നെ നേതാക്കൾ പറയുന്നത് അന്ധമായി വിശ്വസിക്കാൻ തങ്ങൾക്ക് കഴിയില്ല, തങ്ങൾ അതിന് തയ്യാറല്ല എന്ന് ചിന്തിക്കുന്നതുമായ ഒരു വിഭാഗമുണ്ട്. അതാണ് ഇന്നത്തെ അണികൾ. അങ്ങനെ അന്ധമായി ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നില്ല, കാരണം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതല്ല പ്രാവർത്തികമാക്കുന്നത്. നിങ്ങൾക്കൊരു ഏകീകൃത സ്വഭാവമില്ല, നിങ്ങൾക്കൊരു ഏകീകൃത നയമില്ല. ഒരു വിഷയത്തെ തന്നെ നിങ്ങളുടെ പല നേതാക്കൾ പലതായി പറയുന്നു. അവസാനത്തെ പാലക്കാട്ട് മാത്രം നമ്മൾ എടുക്കാം. അപ്പോൾ ഇത്തരമൊരവസ്ഥയിൽ അണികൾ ഇളകിയിരിക്കുകയാണ്. അണികൾ ഇളകിയാൽ അതിൻ്റെ അർത്ഥം അടിത്തറ തകർന്നു എന്നുള്ളതാണ്. അടിത്തറ തകർന്നാൽ പിന്നെ പാർട്ടിയിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ തകർച്ച കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ BJP-യിലേക്ക് പോകൂ എന്നൊരു സന്ദേശം പാർട്ടി രഹസ്യമായി നൽകിയിട്ടുണ്ടോ എന്ന് തോന്നൽ അവിടെ ഉദിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ അടിത്തട്ടിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പമാണിത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്.